മക്കൾസ്, ഇറ്റ്സ് മീ മഹ്റൂഫ് ആൻഡ് വെൽക്കം ടു എജുപോർട്ട്. എടാ, നമ്മൾ ഇന്ന് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ഥിരം എല്ലാ മക്കളും വലിയ ഒരു ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഏരിയയാണ് അതിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം, അല്ലേ? അതിലെ കണക്കുകൾ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അത് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവാണ് സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ കോൺസെൻട്രേഷനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിച്ചോ. എടാ, ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. അത് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഏതെല്ലാം രീതിയിൽ ചോദിക്കുകയോ ഏതെല്ലാം രീതിയിൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഷോർട്ട് കട്ട് ഐഡിയാസും ട്രിക്സും എല്ലാം സാർ ഇതിന്റെ എൻഡ് സെഷനിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, ആ മക്കൾ നോക്കിക്കോ. ഇതാണ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എന്താ സാർ ഇതിൽ ചോദിച്ചിട്ടുള്ളത്? ആൻ SHM ഈസ് ഗിവൺ ബൈ ഒരു SHMന്റെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ സാർ തന്നത്? 8 sin 10 pi t plus pi by 4 ഈ പാറ്റേണിലാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. ഒന്ന്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം സാർ? ഇയാളുടെ ആംപ്ലിറ്റ്യൂഡ് മക്കൾസ് കണ്ടെത്തണം. 2, ആംഗുലാർ ഫ്രീക്വൻസി കണ്ടെത്തണം. 3, പീരിയഡ് കണ്ടെത്തണം. 4, ഫ്രീക്വൻസി കണ്ടെത്തണം. 5, ഇനീഷ്യൽ ഫേസ് ആംഗിൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പല പേപ്പേഴ്സിലും ഫേസ് കോൺസ്റ്റന്റ് കണ്ടെത്തുക എന്നാണ് സ്ഥിരം ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ആ സർ കിട്ടത്തില്ല, ഓക്കെ, പെട്ടുപോയി എന്ന് വിചാരിച്ചിരിക്കും കുറെ ആൾക്കാരല്ലേ. അപ്പൊ ഇതിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് എടാ, ഇത് ചെയ്യാൻ ആവശ്യമായ കോൺസെപ്റ്റ് നമുക്ക് അറിയണ്ടേ? ഇതൊക്കെ ആരാന്ന് അറിഞ്ഞാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പൊ സർ ആദ്യം ഇതിൽ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. എടാ, സാധാരണഗതിയിൽ ഒരു SHMന്റെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to a sin omega t plus phi എന്നുള്ള രീതിയിലാണ്. x is equal to a sin omega t plus phi എന്നുള്ള രീതിയിലാണ്. സർ, ഇതിന് പകരം കോസ് കൊടുത്ത വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, 2 രീതിയിലും എഴുതാം. ഒന്നില്ലെങ്കിൽ ഇവിടെ സൈൻ കൊടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഇതിന് പകരം ഇവിടെ a cos omega t plus phi എന്നുള്ള പാറ്റേണിലും ഇത് എഴുതാൻ പറ്റും, അല്ലെ? 2 രീതിയിൽ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. ഒരു SHMനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കുക. x is equal to a sin omega t plus phi അല്ലെങ്കിൽ a cos omega t plus phi. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ x എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എടാ, x കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് x കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എടാ, ഇതിൽ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുള്ള ഈ a, ദാറ്റ് ഈസ് സൈനിന്റെയോ കോസിന്റെയോ തൊട്ട് മുമ്പുള്ള ആള്, അതാണ് a എന്ന് പറയുന്ന ആള്, അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ആള്. എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്, ആരാ ആംപ്ലിറ്റ്യൂഡ്? നോക്കുക, എടാ, സൈന്റെയും കോസിന്റെയും തൊട്ട് മുമ്പുള്ള ആൾ ആരാണ് നോക്കുക, അതായിരിക്കും ആംപ്ലിറ്റ്യൂഡ്. അടുത്തത് ഒമേഗ. എടാ, ഒമേഗ ദാറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി കാണാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഇയാളെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഗുലാർ വെലോസിറ്റി എന്നും ഇയാളെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്ത് വിളിക്കാൻ പറ്റും? ആംഗുലാർ വെലോസിറ്റി എന്നും ഇയാളെ വിളിക്കാറുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കാണാൻ വേണ്ടി ചോദിക്കും. എങ്ങനെ സർ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കാണുക? മക്കൾസ് നോക്കിക്കേ. എടാ, ടീന്റെ കൂടെ ഉള്ള ആള്, ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി. എടാ, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കുക സർ, ഈ പറഞ്ഞ പോയിന്റ് ആലോചിക്കുക. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ, ടി കാ ദോസ്ത് ഹേ ഒമേഗ. എടാ, ടീന്റെ ദോസ്താണ് ഒമേഗ. എപ്പോഴും ടീന്റെ കൂടെ ടീന്റെ തോളിലും കൈയിട്ടുകൊണ്ടായിരിക്കും ഒമേഗ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നോക്കിക്കോ, എടാ, ടി കാ ദോസ്ത് ഹേ ഒമേഗ, ടീന്റെ കൂടെയാണ് എല്ലായ്പ്പോഴും ഒമേഗയെ കാണുക. ഓക്കെ അല്ലേ? അപ്പൊ ടീന്റെ ഒപ്പമുള്ള ആളാരാണോ, അതാണ് സർ എന്ത്? ഒമേഗ എന്ന് പറയുന്ന ടേം. അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫേസ് ആണ്. എടാ, ഫേസ് എന്ന് പറഞ്ഞാല് സൈൻ തീറ്റയിലെ തീറ്റയില്ലേ, അവിടുത്തെ മൊത്തം ആംഗിൾ ഇല്ലേ, ആ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടുത്തെ മൊത്തം ആംഗിൾ നിങ്ങൾ എടുത്ത് എഴുതണം. എന്ത് ചോദിക്കുമ്പോൾ? ഫേസ് ചോദിക്കുമ്പോൾ മൊത്തം ആംഗിൾ എടുത്ത് എഴുതണം. ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് 5 എടുത്ത് എഴുതണം. ഇനി ഇതല്ലെങ്കിൽ ഇങ്ങടുത്ത് ചോദിക്കുക, എടാ, അവിടുത്തെ ഫേസ് കോൺസ്റ്റന്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എത്രയാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ സർ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? എടാ, ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക, എടാ, നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരും സിംഗിൾസ് ആയിരിക്കും, അല്ലേ? എന്ന പോലെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു സിംഗിൾ പസംഗ ഉണ്ടാവും. അതായത് ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുണ്ടാവും. അതാരാടാ? ടീന്റെ തോളിലൊന്നും കൈയിടാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ആ പാവപ്പെട്ട സിംഗിൾ പസംഗ ആരടാ? ദാറ്റ് ഈസ് 5. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഫേസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്നും വിളിക്കാം, അല്ലെങ്കിൽ എന്തും വിളിക്കാം സർ? ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്നും ഇയാളെ വിളിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ചേരുവകളാണ് ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ആവശ്യം. മക്കൾസ് നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എടാ, ഇത്തരത്തിലൊരു ഇക്വേഷൻ കിട്ടുന്ന സമയത്ത്, ഇതിൽ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മക്കൾസ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ തരുന്ന ഉറപ്പാ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ഇക്വേഷൻ എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് x is equal to, എടാ, x is equal to ഒറ്റയടിക്ക് മക്കൾസ് ഇക്വേഷൻ എടുത്ത് എഴുതണം. x is equal to എന്താണ് ഇക്വേഷൻ? എന്താ? 8 sin, നോക്കിക്കേ, 10 pi t plus pi by 4, 10 pi t plus
π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ, പ്ലസ് π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. 10π/t പ്ലസ് π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? യെസ്, 10πt പ്ലസ് π/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണണല്ലേ. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് കേസ് തന്നെ ചോദിച്ചിട്ടുള്ളത് സർ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. സർ ഞങ്ങൾക്കറിയാം ഇതിന് തൊട്ട് താഴെ മക്കൾ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കണം. ഏതാടാ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? ഏതാ സർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? x = a sin ωt പ്ലസ് φ എന്ന് പറയുന്നതാണ് സർ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുപോയി അങ്ങ് എഴുതുക. ഇനി പരിപാടിയെല്ലാം വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പമാണ്. മക്കൾസ് നോക്കിക്കേ, ഇനി നിങ്ങൾ എന്താ നോക്കണ്ടേ? എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? അതല്ലേ ആംപ്ലിറ്റ്യൂഡ്. എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? അത് 8. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ കിട്ടി. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ ഒറ്റടിക്ക് നമുക്ക് കിട്ടി. അത് എത്രയാണ് സർ? ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ, എയുടെ വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് a = ഒറ്റടിക്ക് എഴുതുക. അത് എത്രയാണ് സർ? 8 മീറ്റർ ആണ്. എത്രയാടാ? 8 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, രണ്ടാമതായിട്ട് ചോദിച്ചത് എന്താടാ ചോദിച്ചത്? ആംഗുലാർ ഫ്രീക്വൻസി കാണാൻ. ആരാ സർ ആംഗുലാർ ഫ്രീക്വൻസി? ഒമേഗ. टी का दोस्त है ओमेगा. അപ്പോൾ നോക്കിക്കോ, टी का दोस्त इधर कौन है? अरे यार, ഒമേഗയുടെ കൂടെ ടീന്റെ കൂടെ ടീന്റെ തോളി കൈ ഇട്ടിരിക്കുന്ന ഇവിടെ ആരാ? ദാറ്റ് ഈസ് 10π. അപ്പോൾ ഒമേഗയുടെ വാല്യൂ കിട്ടുന്നു. അത് എത്രയാണ് സർ? 10π ആണ് സർ. 10π ആണ് സർ. അത്രയും rad/s എന്ന് വേണമെങ്കിൽ യൂണിറ്റ് മക്കൾസിന് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ആളെ കിട്ടി. ഇനി മൂന്നാമത് ചോദിച്ചത് എന്താ? പീരിയഡ് കാണാൻ വേണ്ടിയിട്ടാ സർ. സർ പീരിയഡ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ് സർ എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പീരിയഡ് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ടടാ. എന്താ സർ പീരിയഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? പീരിയഡ് t = 2π/ω ആണ് ഇക്വേഷൻ. പീരിയഡ് t = 2π/ω ആണ് ഇക്വേഷൻ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. 2π/ω ആണ്. അപ്പൊ 2π അതേപോലെ കൊടുക്കുക. ഒമേഗ टी का दोस्त है ओमेगा. അത് എത്രയാടാ? 10π ആണ് മക്കൾസ്. അപ്പൊ എത്ര കൊടുക്കണം? 10π കൊടുക്കണം. പൈ ഗെറ്റ് ക്യാൻസൽഡ്. 2ഉം 10ഉം വെട്ടുമ്പോൾ 5 കിട്ടും. അപ്പൊ 1/5. 1/5 എന്ന് പറഞ്ഞാൽ 0.2 സമയല്ലേ, പീരിയഡ് അല്ലേ, സെക്കൻഡ് യൂണിറ്റ്. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്തൊരു എളുപ്പം, എന്തൊരു ഈസി. അടുത്തത് പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഫ്രീക്വൻസി ആണ് മക്കൾസ്. ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രീക്വൻസി ദാറ്റ് ഈസ് ന്യൂജ് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, 1/ടൈം പീരിയഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. 1/ടൈം പീരിയഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. നിങ്ങൾക്ക് ടൈം പീരിയഡ് കിട്ടിയിട്ടില്ലേ? അത് 1/5 അല്ലേ? അതിനെ തിരിച്ചിടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 5/1 അല്ലെ? അതിന്റെ റെസിപ്രോക്കൽ തിരിച്ചിട്ടാൽ കിട്ടുന്നത് ചപ്പാത്തി മറിച്ചിടുന്ന പോലെയല്ല, മറിച്ചിടണം. അപ്പോൾ എത്രയൊക്കെ റിസർ കിട്ടുക? 5. അത്രയും ഹേർട്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. ഇതാണ് ഫ്രീക്വൻസിയുടെ വാല്യൂ. എന്തൊരു എളുപ്പം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ മക്കൾസിന്റെ ചോദിച്ചത് ഇനീഷ്യൽ ഫേസ് ആംഗിൾ എത്ര അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒറ്റക്കിരിക്കുന്ന ആള് അതാരാ? ഇവിടെ നമ്മുടെ സ്വന്തം π/4. അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ദാറ്റ് ഈസ് φ = മക്കൾസ് എന്താ കൊടുക്കണ്ടേ? π/4. ഞാൻ മക്കളടുത്ത് പറഞ്ഞത് പല മക്കൾസും തെറ്റിക്കാറുള്ളത് ഇതാണ്, പീരിയഡും ഫ്രീക്വൻസിയും. അത് തെറ്റിക്കരുത്, അത് ഓർത്തിരിക്കാനുള്ള കാര്യമാണ്. പീരിയഡ് എന്ന് പറയുമ്പോൾ 2π/ω. 2വിലും ടി ഉണ്ട്. 2വിലും ടി ഉണ്ട് അല്ലേ? ടിയിലും അല്ലെ? ഇവിടെ ടി, ഇവിടെ 2π, 2 TWO, അവിടെയും 2 അല്ലേ? പല മക്കളും തിരിച്ചൊക്കെ എഴുതി തെറ്റിക്കാറുണ്ട്. തെറ്റിക്കരുത്, രണ്ടും 2 അല്ലേ? അല്ലെ? TWO2, അതിൽ ഫസ്റ്റ് ടി, ഇവിടെയും 2 അല്ലേ? അവിടെയും ടി അല്ലേ? അപ്പൊ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ 2π/ω എന്നിട്ട് ഫ്രീക്വൻസി കാണണമെങ്കിൽ തിരിച്ചിട്ടാൽ മാത്രം മതി. ഒമേഗ टी का दोस्त है. ഇത്രയും കാര്യം മക്കൾസിന് അറിയാന്നുണ്ടെങ്കിൽ എക്സാം നമ്മൾ തകർക്കും. ബാക്കി നമുക്ക് ലൈവിൽ സെറ്റ് ആക്കടാ. അപ്പൊ അടുത്തൊരു സെഷൻ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ.